നമസ്കാരം. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സുനിൽ പി ഇളയിടത്തിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. ഷോർട്സ് ആണ്, അത് 3 മിനിറ്റേ ഉള്ളൂ. അദ്ദേഹം അതിൽ പറയുന്നത് ഭഗവത്ഗീതയെക്കുറിച്ച് അമർത്യ സെന്നിൻ്റെ പുസ്തകത്തിൽ പരാമർശമുണ്ടെന്നും അതിൽ ഗീത പരാജയമാണെന്നും കൃഷ്ണൻ പരാജയമാണെന്നും അർജുനൻ്റെ ഒരു ചോദ്യമായി അങ്ങനെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കുറച്ച് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഒന്നാമത്തെ വിഷയം, സുനിൽ പി ഇളയിടത്ത് എവിടെയാണ് പറയുന്നത്? മുമ്പിലിരിക്കുന്ന ആഡിയൻസ് എന്ന് പറഞ്ഞ ആരാണ്? മഹാഭൂരിപക്ഷക്കാരും ഇടതുപക്ഷക്കാരും ഒരു പ്രത്യേക പാർട്ടിയിൽപ്പെട്ടവരും യുക്തിവാദികളും പിന്നെ അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് ആളുകളാണ് ഫ്രണ്ടിലിരിക്കുന്നത്. അവരോട് ഒരു വാക്കെങ്കിലും മഹാഭാരതത്തിൽ നല്ലതുണ്ട്, അല്ലെങ്കിൽ അർജുനൻ പറഞ്ഞതിൽ കൃഷ്ണൻ പറഞ്ഞതിൽ ഒരു കാര്യമെങ്കിലും നല്ലതുണ്ട് എന്ന് സുനിൽ പി ഇളയിടം പറഞ്ഞാൽ പിന്നെ സുനിൽ പി ഇളയിടത്തിന് സ്റ്റേജുകൾ കിട്ടത്തില്ല. എത്ര കണ്ട് തെറി പറയുമോ, എത്ര കണ്ട് നെഗറ്റീവ് പറയുമോ, എത്ര കണ്ട് കള്ളം പറയുമോ, എത്ര കണ്ട് നുണ പറയുമോ, അത്രത്തോളമാണ് സുനിൽ പി ഇളയിടത്തിൻ്റെ സ്റ്റേജുകളുടെ വലിപ്പം കൂടുന്നത്, എണ്ണം കൂടുന്നത്. അല്ലെങ്കിൽ ഒരു പുസ്തകത്തെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ ഒരു മഹാഭാരതം എന്ന് പറയുന്ന ഇതിഹാസ തുല്യമായൊരു പുസ്തകം, ഇതിഹാസ തുല്യമായ പുസ്തകമെന്നാണല്ലോ ലോകം മുഴുവനുള്ള ആളുകൾ അംഗീകരിക്കുന്നത്. അത് 3 മിനിറ്റുള്ള ഒരു ഷോർട്സിലൂടെ അങ്ങ് പറഞ്ഞങ്ങ് കളയുകയാണ്. ഓ, കൃഷ്ണൻ പരാജയമാണ്, ഗീത പരാജയമാണ്, അർജുനൻ്റെ ഒരു ചോദ്യം അങ്ങനെ നിൽക്കുകയാണ്. മനുഷ്യ, താങ്കൾ ഒരു വസ്തുവിനെ, ഒരു പുസ്തകത്തെ വിലയിരുത്തുന്നത് ഇങ്ങനെയാണോ? പ്രത്യേകിച്ച് ഇതിഹാസ തുല്യമായ ഒരു പുസ്തകത്തെ വിലയിരുത്തേണ്ടത് അങ്ങനെയാണോ? അതിൻ്റെ നന്മ, തിന്മ, അതിൻ്റെ നല്ല വശങ്ങൾ, മോശം വശങ്ങൾ, കുറവുകൾ, മേന്മകൾ, മെരിറ്റുകൾ, ഡീമെരിറ്റുകൾ എല്ലാം പറയണ്ടേ? ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. മഹാഭാരതത്തിൽ ശാന്തി പർവ്വം എന്നൊരു ഭാഗമുണ്ട്. സുനിൽ പി ഇളയിടം വായിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, വായിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ വേറൊരു കണ്ണുകൊണ്ടല്ലേ, ഒരു കണ്ണുകൊണ്ടായിരിക്കും കാണുന്നത്. ഒരു നിഷേധത്തിൻ്റെ, വെറുപ്പിൻ്റെ കണ്ണുകൊണ്ടായിരിക്കും വായിച്ചിട്ടുള്ളത്, നോക്കിയതും വായിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിൽ നന്മയുണ്ടെങ്കിലും കാണാൻ പറ്റത്തില്ല. യുദ്ധമെല്ലാം കഴിഞ്ഞ് പാണ്ഡവരെയും കൊണ്ട് ശ്രീകൃഷ്ണൻ ഭീഷ്മരടുത്ത് ചെല്ലുന്നുണ്ട്, ശരശയിൽ കിടക്കുന്ന ഭീഷ്മരടുത്ത് ചെല്ലുന്നുണ്ട്. ഇപ്പോൾ ഭീഷ്മ പിതാമഹനോട് പറയുന്നു, അങ്ങ് ഉപദേശിക്കണം രാജ്യഭരണത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും. ഭീഷ്മർ പറയുന്നുണ്ട്, ഞാൻ ഈ അവസ്ഥയിൽ നിന്ന് എൻ്റെ ആരോഗ്യം വെച്ചുകൊണ്ട് എനിക്ക് പറയാൻ കഴിയുന്ന. കൃഷ്ണൻ പറഞ്ഞു, അതെല്ലാം ഞാൻ നോക്കിക്കോളാം, പറയൂ, അങ്ങ് തന്നെ പറയണം. അങ്ങനെ 9000-ഓളം ശ്ലോകത്തിലൂടെ രാജ്യഭരണവും എല്ലാ കാര്യങ്ങളും എങ്ങനെ നടത്തണമെന്നും എങ്ങനെ വ്യവഹാര പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും വളരെ കൃത്യമായി പറഞ്ഞതിന് ശേഷം അവസാനത്തെ ഒരു സെന്റൻസ് ഉണ്ട്, ഉണ്ണി മഹാരാജാവേ, യുദ്ധം ചെയ്യുന്നത് സൂക്ഷിച്ചു വേണം. ഒരു യുദ്ധവും അവസാനമായി വിജയിക്കുന്നില്ല, യുദ്ധം സൂക്ഷിച്ചു വേണം. എപ്പോഴും യുദ്ധം ജയിക്കാൻ തന്ത്രങ്ങൾ കൊണ്ട് മാത്രം കഴിയില്ല, അതിന് ഭാഗ്യം കൂടി വേണം. എന്തിനാണ് മഹാഭാരതം എഴുതിയ വേദവ്യാസൻ അങ്ങനെ ഒരു ശാന്തിപർവം വെച്ചതും അങ്ങനെ ഭീഷ്മരെ കൊണ്ട് പറയിക്കുന്നതും? വേദവ്യാസൻ യുദ്ധത്തിൻ്റെ ആളാണോ? മനുഷ്യ, സുനിൽ പി ഇളയിടം, മിസ്റ്റർ സുനിൽ പി ഇളയിടം, യുദ്ധം ഒഴിവാക്കാനായി എത്ര പ്രാവശ്യമാണ് ശ്രീകൃഷ്ണൻ ശ്രമം നടത്തുന്നത്? ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി 5 സെന്റ് കുറച്ച് സ്ഥലമെങ്കിൽ ഒരു കോളനിക്ക്, ഇപ്പം നമ്മൾ പട്ടികജാതി, പട്ടികവർഗ, ദളിത് കോളനികളൊക്കെ അനുവദിക്കുമല്ലോ, 5 സെന്റ് പോലും കൊടുക്കാതിരിക്കുന്നുണ്ടല്ലോ. എത്രയോ ആളുകളുണ്ടല്ലോ, ലക്ഷക്കണക്കിന് ആളുകളുണ്ടല്ലോ ഇവിടെ. അങ്ങനത്തെ 5 സെന്റ് സ്ഥലമെങ്കിലും തരുമോ, അല്ലെങ്കിൽ കുറച്ച് സ്ഥലമെങ്കിലും തലചായ്ക്കാൻ ഒരു കെട്ടിടം വെക്കാനെങ്കിലും തരുമോ എന്ന് ചോദിക്കുമ്പോൾ കൊടുക്കില്ല എന്ന് പറയുന്ന അധർമ്മം കണ്ടിട്ടാണ് ധർമ്മം പുനഃസ്ഥാപിക്കുന്ന ഒരു പ്രവർത്തനം യുദ്ധത്തിലേക്ക് പോകുന്നത്. അതിൻ്റെ വാച്യാർത്ഥം അവിടെ നിൽക്കട്ടെ, കുരുക്ഷേത്ര യുദ്ധമൊക്കെ അവിടെ നിൽക്കട്ടെ. വ്യംഗ്യാർത്ഥം എന്താണ്? മനസ്സിൻ്റെ ധർമാധർമ്മങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. മനുഷ്യ മനസ്സുകളുടെ ധർമാധർമ്മങ്ങളുടെ പോരാട്ടത്തിൽ അധർമ്മത്തിൻ്റെ മനസ്സിൽ അധർമ്മം കയറി നിൽക്കുന്ന കൗരവന്മാരും ധർമ്മം കയറി നിൽക്കുന്ന പാണ്ഡവന്മാരെ അവതരിപ്പിച്ചുകൊണ്ട് ധർമാധർമ്മ യുദ്ധം ഒരു മനുഷ്യൻ്റെ മനസ്സിൽ എങ്ങനെയൊക്കെ കൊണ്ടുവരാൻ കഴിയും, ധർമ്മവും അധർമ്മവും ഒരു മനുഷ്യൻ്റെ മനസ്സിലുണ്ടെന്നും അത് ധർമ്മത്തെ വിജയിക്കേണ്ടത് ആവശ്യമാണെന്നും അധർമ്മത്തെ തോൽപ്പിക്കേണ്ടത് അത് കുരുക്ഷേത്ര യുദ്ധം പോലെ യുദ്ധം ചെയ്തിട്ടാണെന്നും, അങ്ങനെ മനുഷ്യ മനസ്സിലെ ധർമാധർമ്മങ്ങളെ
തമ്മിലുള്ള യുദ്ധമാക്കിയും കുരുക്ഷേത്ര യുദ്ധത്തെ കാണാം. ഇനി ഞാൻ ഫീൽഡിലേക്ക് വരാം, ബാറ്റിൽ ഫീൽഡിലേക്ക് വരാം. അത് മനസ്സിൽ നിന്നിറങ്ങി ഫീൽഡിലേക്ക് വരാം. അവിടെയും ഇതാണ്. പിന്നെ ഇതിനാണ് ഗീത ഉപദേശിക്കുന്നത് കൃഷ്ണൻ. യുദ്ധത്തിന്റെ മധ്യത്തിൽ നിൽക്കുമ്പോൾ യുദ്ധതന്ത്രജ്ഞനായ അല്ലെ യുദ്ധത്തിന്റെ തേരാളിയായിട്ടുള്ള അർജുനൻ വീണുപോയാൽ എന്ത് സംഭവിക്കുമെന്ന് കൃഷ്ണൻ അറിയാം. അത് യുദ്ധത്തിന് എന്ത് സംഭവിക്കുമെന്നല്ല. അങ്ങനെ എടുത്താൽ പോയി. ആ ധർമ്മ പുനഃസ്ഥാപനത്തിനുള്ള വഴിയിലുള്ള യാത്രയിൽ അർജുനൻ ഒന്ന് തളർന്നു പോയാൽ എങ്ങനെ വരുമെന്ന് കൃഷ്ണന് നന്നായി അറിയാം. അതുകൊണ്ടാണ് കൃഷ്ണൻ വളരെ തേജസ്സോടുകൂടി അർജുനനെ ഉപദേശിച്ച് മോട്ടിവേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റി അടക്കമുള്ള ഗ്ലാഡ്സ്റ്റൺ യൂണിവേഴ്സിറ്റി അടക്കമുള്ള ലോകത്തിലെ വളരെ പ്രമുഖമായ യൂണിവേഴ്സിറ്റികൾ മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ ഭാഗമായി ഗീത പഠിപ്പിക്കുന്നത്, മോട്ടിവേഷന്റെ ഭാഗമായി, മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ ഭാഗമായി, ലീഡർഷിപ്പിന്റെ ഭാഗമായി, ട്രെയിനിങ്ങിന്റെ ഭാഗമായി ഗീതയുടെ ഭാഗങ്ങൾ പഠിപ്പിക്കുന്നത്. സംസ്കൃതവും പഠിക്കണം. അങ്ങനെ ലോകത്തിലെ വിവിധ സർവകലാശാലകളിൽ ഇത് പഠിപ്പിക്കുന്നത് ഈ കൃഷ്ണന്റെ മോട്ടിവേഷൻ കൂടി കൊണ്ടാണ്. എന്തിന്റെ മോട്ടിവേഷനാണ്? ധർമ്മ പുനഃസ്ഥാപനത്തിനുള്ള മോട്ടിവേഷനാണ്, യുദ്ധം ചെയ്യാനുള്ള മോട്ടിവേഷൻ അല്ല. രണ്ടാമത് കർമ്മം രംഗത്ത് നിൽക്കുമ്പോൾ കർമ്മം ഭംഗിയായി ചെയ്യണമെന്ന് പറയുന്ന മോട്ടിവേഷനാണ്. ആക്ഷൻ, പ്രവൃത്തി, കർമ്മം നന്നായി ചെയ്യണമെന്ന് പറയുന്ന മോട്ടിവേഷനാണ്. അതാണ് മഹാഭാരതത്തിന്റെ ഗീതോപദേശത്തിന്റെ സാരം. കൃഷ്ണൻ അറിയാം എല്ലാ യുദ്ധവും ആത്യന്തികമായി പരാജയം തന്നെയായിരിക്കുമെന്ന് കൃഷ്ണൻ അറിയില്ലേ? അറിയില്ലെങ്കിൽ പിന്നെ കൃഷ്ണനാവുന്നത് എങ്ങനെയാണ്? അവതാരം ആവുന്നത് എങ്ങനെയാണ്? എന്നെയും സുനിൽ പീഡലത്തിനെ പോലെയുള്ള കപ്പാസിറ്റി ഉള്ളെങ്കിൽ പിന്നെ അത് കൃഷ്ണനാവുന്നത് എങ്ങനെയാണ്? അത് പറ്റില്ലല്ലോ. അപ്പൊ കൃഷ്ണൻ ഇതൊക്കെ അറിയാം. എന്നിട്ട് എന്തിനാണ് യുദ്ധം നയിച്ചത്? തേരാളിയായി നിന്ന് യുദ്ധത്തിലേക്ക് കൊണ്ടുപോയത്? അർജുനനെ കൊണ്ട് ചോദിപ്പിച്ചതും വേദവ്യാസനല്ലേ? സുനിൽ പിള്ളയുടെയാണോ ചോദിപ്പിച്ചത്? അല്ലെ അമർത്യസെന്നാണോ ചോദിപ്പിച്ചത്? അർജുനനെ കൊണ്ടൊരു ചോദ്യം ചോദിപ്പിച്ചത്? കൃഷ്ണനെ പോലെയുള്ള ഒരു അവതാര പുരുഷനെ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ അവതാര മൂർത്തിയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അർജുനനെ പോലെയുള്ള ഒരാളിനെ കൊണ്ട് കൃഷ്ണനെ അവഹേളിക്കാൻ ഒരു ചോദ്യം ചോദിക്കാൻ മാത്രം വേദവ്യാസൻ മണ്ടനാണോ? മന്ദബുദ്ധിയാണോ? എന്താ സുനിലെ പറയുന്നത് സാറേ? വിവരക്കേട് ഇങ്ങനെ വിളമ്പാവോ? അത് കേൾക്കാൻ കുറച്ചുപേരിയ്ക്കുന്നു, കൈയടിക്കാൻ കുറച്ചുപേരിയ്ക്കുന്നു, അത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു, അവിടെ കൈയടിക്കുന്നു. എന്തൊരു ഉടായ്പ് നാടാപ്പ ഇത്! എന്തൊരു കഷ്ടമാണ് ഈ രാജ്യത്തിന്റെ അവസ്ഥ. ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? സുനിൽ പിള്ളയിടത്തിനെയും ഈ മുമ്പിൽ കേട്ടോണ്ടിരിക്കുന്ന ആളുകളെയും, മുമ്പിൽ കുറച്ചുപേർ കേൾക്കാൻ വന്നിരിക്കുമല്ലോ ഒരു ഓഡിയൻസ് ആയിട്ട്, അവരെയും കുഞ്ഞൻ നാൾ മുതൽ ബൈബിൾ പഠിപ്പിക്കും പോലെ അല്ലെങ്കിൽ ഖുറാൻ പഠിപ്പിക്കും പോലെ അവരെയും ഹിന്ദുവിന്റെ ആചാരക്രമങ്ങളും ഹിന്ദുവിന്റെ പുസ്തകങ്ങളും പഠിപ്പിച്ചില്ല. ഈ മഹാഭാരതവും ഭാഗവതവും ഒക്കെ പഠിപ്പിച്ചിരുന്നെങ്കിൽ, രാമായണം പഠിപ്പിച്ചിരുന്നെങ്കിൽ അതിന്റെ യഥാർത്ഥ അന്തസത്ത എന്താണെന്നും അതിന്റെ വ്യംഗ്യാർത്ഥം എന്താണെന്നും, എന്തിനാണ് വേദവ്യാസൻ ധർമ്മ പുനഃസ്ഥാപനത്തിന്റെ ഭാഗമായി ഇങ്ങനെ ധർമ്മത്തിനെ കുറിച്ച് മനുഷ്യന് ചിന്തിപ്പിക്കാൻ വേണ്ടി ധർമാധർമ്മങ്ങളുടെ കൗരവ പാണ്ഡവന്മാരെ സൃഷ്ടിച്ചതെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. ഇതൊന്നും അങ്ങനെ ഒരു വിദ്യാഭ്യാസം കിട്ടിയിട്ടുമില്ല. പിന്നെ കിട്ടിയിരിക്കുന്നത് എന്താണ്? വേറൊരു തരത്തിലുള്ള തലയിൽ കയറിയിരിക്കുന്ന വേറൊരു വസ്തുവാണ്. അത് ഏതെങ്കിലും ഒരു വസ്തു തലയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും തലയിലോട്ട് കയറൂല. അങ്ങനെ തന്നെ ചിന്തിക്കും. ആ കണ്ണുകൊണ്ട് തന്നെ എല്ലാത്തിനെയും കാണും. സുന്ദരിയായ സ്ത്രീയെ കാണുമ്പോഴും അല്ലെങ്കിൽ സുന്ദരനായ പുരുഷനെ കാണുമ്പോഴും അവന്റെ കോട്ടിന്റെ ബട്ടൺസിന്റെ വലിപ്പം എത്രയാണെന്ന് അന്വേഷിച്ചിട്ട് അതിന്റെ കുറ്റവും പറഞ്ഞു നടക്കും. അല്ലെ സുന്ദരിക്കുട്ടിയുടെ പൊട്ട് തെറ്റിപ്പോയെന്ന് പറയും. വഷളത്തരം കണ്ടുപിടിക്കും എല്ലാത്തിലും. ഈ വഷള മനസ്സല്ലേ ഇരിക്കുന്നത്. അപ്പൊ മഹാഭാരതത്തിൽ ധർമ്മ പുനഃസ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള ധർമ്മം എന്ന് പറയുന്ന നീതി എന്ന് പറയുന്ന ധർമ്മം, ധർമ്മ പുനഃസ്ഥാപനം എന്ന് പറയുമ്പോൾ നീതിയാണ്. നീതി എന്ന് പറയുന്ന കാര്യം വേണമെന്നും, മനുഷ്യജന്മത്തിൽ നീതി എന്ന് പറയുന്നത് ധർമാധർമ്മങ്ങളുടെ പോരാട്ടത്തിലൂടെ വരുന്നതാണെന്നും, അത് ഓരോ മനുഷ്യന്റെ മനസ്സിലും നടക്കുമെന്നും, സമൂഹങ്ങൾ തമ്മിൽ നടക്കുമെന്നും, അങ്ങനെ ധർമ്മമുള്ളവരും അധർമ്മമുള്ളവരും തമ്മിൽ സംഘർഷമുണ്ടാകുമെന്നും, അവിടെ ധർമ്മമാണ് ജയിക്കേണ്ടതെന്നും ഒക്കെയാണ് മഹാഭാരതം നമ്മെ പഠിപ്പിക്കുന്നത്. ഗീതോപദേശം ചെയ്തതിലൂടെ തൻ്റെ പ്രവൃത്തി മണ്ഡലത്തിൽ തളർന്നു വീണ് പോകാതെ ഉച്ചസ്ഥൈര്യം വളരെ ഉദ്ഘോഷിച്ചുകൊണ്ട് വളരെ ഗൗരവമായി കർമ്മത്തിലേർപ്പെടാൻ, ആക്ഷനിലേർപ്പെടാൻ, പ്രവൃത്തിയിലേർപ്പെടാൻ അർജുനനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഭാഗമാണ് ഭഗവത്ഗീതയുടെ മൊത്തം പറയുന്നത്. അതല്ലേ ഗീതോപദേശം? അതല്ലേ?
അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കി വെച്ചിട്ട് സുനിൽ പി ഇളയിടങ്ങൾ ഇങ്ങനെ വന്ന ആളുകളെ പറ്റിക്കും. വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അർജുനൻ അങ്ങനെ ചോദിച്ചു. അർജുനൻ എങ്ങനെ ചോദിച്ചു? അർജുനനെ കൊണ്ട് ചോദിപ്പിച്ചതാരാ? കൃഷ്ണനെ തോൽപ്പിക്കാൻ വേണ്ടി ചോദിപ്പിച്ചതാണോ? അല്ലല്ലോ. അപ്പൊ കൃഷ്ണൻ തോറ്റുപോയി, ഗീത പരാജയമാണ്. എന്താണ് പറയുന്നത്? പറയുന്നതിനൊക്കെ ഒരു ന്യായവും ലോജിക്കും യുക്തിയും വേണ്ടേ? അപ്പോൾ കുറച്ചുകൂടി യുക്തിപരമായി ഈ വിഷയങ്ങളെ സമീപിക്കുകയും ഗീതയിൽ എന്തെല്ലാം ഗുണങ്ങളുണ്ടെന്ന് പറയുകയും എന്തെല്ലാം ദോഷങ്ങളുണ്ടെന്ന് പറയുകയും ചെയ്യുമ്പോഴാണ് സ്വതന്ത്രമായൊരു വിലയിരുത്തലാവുന്നത്. അല്ലാതെ ഗീതയിലെ ഏതെങ്കിലും ഒരു സെന്റൻസോ ശ്ലോകമോ മന്ത്രമോ ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് അതുകൊണ്ട് മൊത്തം കുഴപ്പമാണെന്ന് പറഞ്ഞാൽ ആ പറയുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി ശരിയല്ല. അതുകൊണ്ട് ഒന്നും നേടാൻ പോകുന്നില്ല. കുറച്ച് കയ്യടി കിട്ടും, കുറച്ച് ആളുകൾ മുമ്പ് ഇരുന്ന് ആ മിടുക്കനാണ്, അയ്യോ ഇത്രയും ശ്ലോകങ്ങളൊക്കെ പറഞ്ഞ് സുനിൽ മാഷ്, അയ്യോ എന്തൊരു മാഷാണിത്, എന്തൊരു വിവരമാണ് ഇങ്ങേര്. പക്ഷെ ഉള്ളിൽ വിവരമുള്ള ആളുകളും ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവരും വിചാരിക്കും ഇയാളെപ്പോലെ വിവരദോഷി ഈ ലോകത്താരും കാണില്ലല്ലോ. എന്തിനാ അങ്ങനെ? നിങ്ങൾ ഒരു പ്രൊഫസറായിരിക്കുന്ന നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പോയി സ്വയം അപഹാസ്യത്തിനാവുന്നത്? അതുകൊണ്ട് സ്വതന്ത്രമായി വിലയിരുത്തൂ. ഇതിഹാസങ്ങളെയും പുസ്തകങ്ങളെയും ഏത് പുസ്തകമായാലും സ്വതന്ത്രമായി വിലയിരുത്തൂ. അതിനകത്തുള്ള ഏതെങ്കിലും ഒരു വാക്കോ ഒരു സെന്റൻസോ ഒരു ശ്ലോകമോ എടുത്തിട്ട് അത് മൊത്തം കുഴപ്പമാണെന്ന് പറഞ്ഞ് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക. ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് മഹാഭാരതം എന്ന് പറയുന്ന ഒരു ഇതിഹാസം വേദവ്യാസൻ രചിച്ചത്. അത് മനുഷ്യൻ്റെ ധർമാധർമ്മ ചിന്തകളെ ബോധ്യപ്പെടുത്തുവാനും സത്യനീതി കാര്യങ്ങളെ മനസ്സിലാക്കിക്കുവാനും ഒക്കെയുള്ള വലിയൊരു പാഠശാലയാണ്, വലിയൊരു പ്രവർത്തന പദ്ധതിയാണ് മഹാഭാരതം. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആരെല്ലാം ഇളയിടങ്ങളും വലിയ ഇടങ്ങളും ഒക്കെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയിട്ടും ഉത്തരോത്തരം അത് ജ്വലിച്ചു നിൽക്കുന്നത്.